നമസ്കാരം. മാർച്ച് 19 ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമൊരു ദിവസമായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു കറുത്ത ദിനം. നിക്ഷേപകർക്കിടയിലൊക്കെ വലിയൊരു പേടി, ഒരു പാനിക്, അതായിരുന്നു അവസ്ഥ. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. ഇതൊരു വളരെ വളരെ ദയനീയമായ മാർക്കറ്റാണ്. ആ ഒരൊറ്റ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ? അത്രയ്ക്ക് മോശം അവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് സ്റ്റോം ആയിരുന്നു. കേട്ടിട്ടില്ലേ? ഒരു സിനിമയിലൊക്കെ കാണുന്നത് പോലെ പല പല പ്രശ്നങ്ങൾ ഒരേ സമയം ഒരിടത്ത് വന്ന് ചേരുക. ആഗോളതലത്തിൽ നിന്നും പ്രശ്നങ്ങൾ, നമ്മുടെ രാജ്യത്തിനകത്തും പ്രശ്നങ്ങൾ, എല്ലാം കൂടെ ചേർന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു കൊടുങ്കാറ്റുപോലെ പിടിച്ചങ്ങോട്ട് ഉലച്ചു. നിക്ഷേപകരൊക്കെ ആകെ പേടിച്ചുപോയി. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടാകും. ഒന്നാമത്തത്, എന്തിനാണ് മാർക്കറ്റിങ്ങിന് കൂപ്പുകുത്തിയത്? എന്തായിരുന്നു കാരണം? പിന്നെ അതിലും പ്രധാനപ്പെട്ട ചോദ്യം, ഇനി എന്ത് സംഭവിക്കും? ഒരു നിക്ഷേപകനെന്ന നിലയിൽ നമ്മളിനി എന്തു ചെയ്യണം? വാ, നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോൾ ഈ തകർച്ചയുടെ കാരണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം ആഗോളതലത്തിലെ കാര്യങ്ങൾ, അതായത് ഇന്ത്യക്ക് പുറത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്, അതെങ്ങനെയാണ് നമ്മളെ ബാധിച്ചത് എന്ന് നോക്കാം. കാരണം ഗ്ലോബൽ മാർക്കറ്റിലെ ചെറിയൊരു ചലനം പോലും നമ്മുടെ മാർക്കറ്റിനെ നന്നായിട്ട് സ്വാധീനിക്കും. പ്രധാനമായും 3 കാര്യങ്ങളാണ് പ്രശ്നമായത്. ഒന്നാമത്തെ കാര്യം അമേരിക്കയിൽ നിന്നുള്ള പണപ്പെരുപ്പത്തിന്റെ കണക്കുകളാണ്. എല്ലാവരും നല്ലൊരു ഡാറ്റ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് കാര്യങ്ങൾ മോശമാണെന്ന് പറഞ്ഞ് കണക്കുകൾ പുറത്തുവന്നത്. അതോടെ ലോകം മുഴുവനുള്ള മാർക്കറ്റുകളിൽ ഒരു പേടി വന്നു. രണ്ടാമത്തെ പ്രശ്നം ക്രൂഡ് ഓയിലിന്റെ വിലയാണ്. ബാരലിന് $119 ഒറ്റയടിക്ക് വില അങ്ങോട്ട് കുതിച്ചു. നമുക്കറിയാലോ, ഇന്ത്യയെപ്പോലെ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നൊരു രാജ്യത്തിന് ഇതെത്ര വലിയ തിരിച്ചടിയാണെന്ന്. പിന്നെ മൂന്നാമതായി, നമ്മുടെ മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് തന്നെ യൂറോപ്യൻ US ഫ്യൂച്ചേഴ്സ് മാർക്കറ്റുകളൊക്കെ വലിയ നഷ്ടത്തിലായിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായിരുന്നു ഇന്ന് അത്ര നല്ല ദിവസമായിരിക്കില്ലെന്ന്. അപ്പോൾ പുറത്തുനിന്നുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം മാർക്കറ്റ് ഇത്രയും ഇടിയില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ വലിയൊരു സംഭവം നടന്നു. ഒരു ഭീകരമായ സെൽ ഓഫ്, അതായത് വലിയ തോതിലുള്ളൊരു വിൽപ്പന. അപ്പോൾ ചോദ്യം ഇതാണ്, ആരാണ് ഇത്രയധികം സ്റ്റോക്കുകൾ വിറ്റഴിച്ചത്? വേറാരുമല്ല, നമ്മുടെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ, അതായത് FIIകൾ. അവരാണ് ഈ വിൽപ്പനയ്ക്ക് പിന്നിൽ. ഒരൊറ്റ ദിവസം കൊണ്ട്, ഓർക്കണം, ഒരൊറ്റ ദിവസം കൊണ്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിറ്റഴിച്ചത് എത്രയാണെന്നറിയുമോ? 7500 കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയൊരു തുകയാണെന്ന്. സാധാരണ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, FIIകൾ വിൽക്കുമ്പോൾ നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങൾ, അതായത് DIIകൾ അത് വാങ്ങിക്കൂട്ടും, മാർക്കറ്റിനെ താങ്ങി നിർത്തും. പക്ഷേ അന്ന് അതല്ല സംഭവിച്ചത്. FIIകൾ 7500 കോടിക്ക് വിറ്റപ്പോൾ DIIകൾ വാങ്ങിയത് അതിന്റെ ഏകദേശം പകുതി മാത്രം. ഏകദേശം ഒരു 3750 കോടിയോളം. ഈ ചാർട്ടിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം ശരിക്കും കാണാൻ പറ്റും. വിൽക്കുന്നവരുടെ ശക്തിയും വാങ്ങുന്നവരുടെ ശക്തിയും തമ്മിൽ വലിയൊരു അന്തരം. അപ്പോൾ എന്താ സംഭവിച്ചത്? വിൽക്കാൻ ഒരുപാട് പേര്, പക്ഷേ വാങ്ങാനാളില്ല. ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ. ഈയൊരു അവസ്ഥയാണ് മാർക്കറ്റിനെ ഒരു കയറുമില്ലാതെ താഴേക്ക് വലിച്ചിട്ടത്. പ്രത്യേകിച്ച് ഉച്ചകഴിഞ്ഞ് ഒരു 1.5 മണിക്ക് ശേഷം പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വിൽപ്പനയുടെ സമ്മർദ്ദം താങ്ങാനാവാതെ മാർക്കറ്റ് ശരിക്കും തകർന്നടിയുകയായിരുന്നു. ശരി, അപ്പോൾ കഥയൊക്കെ നമ്മൾ കേട്ടു. ഇനി കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ചാർട്ടുകളും നമ്പറുകളുമൊക്കെ നമ്മളോട് എന്താണ് പറയുന്നത്? ഈ ഇടിവ് എവിടെ പോയി നിൽക്കും? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് 23,000 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലായിരുന്നു, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട്. അന്ന് ട്രേഡിങ്ങിനിടയ്ക്ക് ആ ലെവലും തകർത്ത് മാർക്കറ്റ് താഴോട്ട് പോയി. പക്ഷേ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ദിവസം അവസാനിച്ചപ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറി 23,000-ന് മുകളിൽ ക്ലോസ് ചെയ്തു. ഇതൊരു ചെറിയ പോസിറ്റീവ് സൈനാണ്, ഒരു തിരിച്ചുവരവിനുള്ള നേരിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നവർക്കിടയിൽ ഡബിൾ ബോട്ടം എന്നൊരു പാറ്റേണിനെക്കുറിച്ച് പറയാറുണ്ട്. സംഭവം സിമ്പിളാണ്. നമ്മളൊരു പന്ത് താഴെ കിട്ടാൽ അത് തട്ടിപ്പൊങ്ങുമല്ലോ, എന്നിട്ട് വീണ്ടും അതേ പോയിന്റിൽ വന്ന് തട്ടി വീണ്ടും പൊങ്ങിയാലോ? മാർക്കറ്റും അതുപോലെ ഒരു ഇടിവിന് ശേഷം വീണ്ടും അതേ താഴ്ന്ന നിലവാരത്തിൽ വന്ന് തട്ടി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനെയാണ് ഡബിൾ ബോട്ടം എന്ന് പറയുന്നത്. ഇതൊരു നല്ല സൂചനയാണ്, ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സൂചന. മാർക്കറ്റ് ഇപ്പോൾ അങ്ങനെയൊരു ശ്രമത്തിലാണോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന നമ്പറുകൾ ഇതൊക്കെയാണ്. മുകളിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു കടമ്പ 24,000 ആണ്. അതൊരു വലിയ റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഇനി അഥവാ താഴേക്കാണ് പോകുന്നതെങ്കിൽ ആദ്യത്തെ സപ്പോർട്ട് 22,500-ലാണ്. അതും തകർന്നാൽ പിന്നെ 22,000. ഇനി വളരെ മോശമൊരു സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷേ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയായ 21,700 വരെ പോയേക്കാം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ.
ഓക്കെ, അപ്പോൾ ഇനി എന്ത് നോക്കണം? അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സിഗ്നലുകൾ എന്തൊക്കെയാണ്? ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നമ്മൾ എന്തിലൊക്കെയാണ് ഒരു കണ്ണ് വെക്കേണ്ടത്? പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തേത് ക്രൂഡ് ഓയിലിന്റെ വില. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ, കാരണം അത് നമ്മുടെ എക്കണോമിയെ നേരിട്ട് ബാധിക്കും. രണ്ടാമത്തേത് എല്ലാ ദിവസവും രാത്രി അമേരിക്കൻ മാർക്കറ്റുകൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് നോക്കണം, കാരണം അതിൻ്റെ ഒരു എഫക്റ്റ് പിറ്റേന്ന് രാവിലെ നമ്മുടെ മാർക്കറ്റിൽ കാണും. പിന്നെ ഏറ്റവും പ്രധാനം, നിഫ്റ്റിക്ക് ആ 23,000 ലെവലിന് മുകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ്. അവിടെ സ്റ്റേബിൾ ആയാൽ അത് മാർക്കറ്റിന് ശക്തിയുണ്ടെന്നതിൻ്റെ ഒരു സൂചനയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ വർഷം ഇതുവരെ അത്ര നല്ലതായിരുന്നില്ല അല്ലേ? ജനുവരി മോശമായിരുന്നു, ഫെബ്രുവരി അതിലും മോശമായി, മാർച്ച് വന്നപ്പോൾ അതിനേക്കാൾ മോശമായി. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇനി വരുന്ന ഏപ്രിൽ എങ്ങനെയുണ്ടാവും? ഒരു നല്ല മാറ്റം കൊണ്ടുവരുമോ? അതോ ഈ ഒരു മോശം ട്രെൻഡ് ഇനിയും തുടരുമോ? കാത്തിരുന്ന് തന്നെ കാണാം.